കർത്താവിൻ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഗ്രേറ്റ് വിഷൻ ഓൺലൈൻ സെമിനാരി ഇൻ കൊളാബറേഷൻ വിത്ത് ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും ക്രിസ്തുവിശുവിന്റെ നാമത്തിൽ വന്ദനം ചെല്ലുന്നു. ഞാൻ ഈ ഓൺലൈനിലൂടെ എടുക്കുന്നത് പ്രാക്ടിക്കലായിട്ടുള്ള മിനിസ്ട്രി കാര്യങ്ങളാണ്. ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയുടെ ഓൺലൈൻ പ്രോഗ്രാം ഗ്രേറ്റ് വിഷൻ നൽകുന്നത്. പ്രൊഫസേഴ്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മെയിലിലോ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ക്ലാസ്സുകൾ കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ അപ്ഡേറ്റ് ചെയ്യണം. അത് നിങ്ങൾക്ക് സാവകാശം ലഭിക്കും. അതുപോലെ ഈ യൂട്യൂബിലൂടെ ദൈവത്തിൻ്റെ വചനം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവത്തിൻ്റെ വചനം ഓൺലൈൻ സെമിനാരിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അറിഞ്ഞിരിക്കുക, നമ്മൾ കൊടുക്കുന്ന കോഴ്സ് പ്രോഗ്രാം ഗ്രേറ്റ് വിഷൻ ഓൺലൈൻ സെമിനാരി തിയോളജിക്കൽ സെമിനാരിയുടെ പ്രോഗ്രാമുകളാണ് നൽകുന്നത്. അവിടെയുള്ള പ്രൊഫസേഴ്സാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലും ദൈവത്തിൻ്റെ വചനം പഠിക്കണം തോന്നിയാൽ, എസ്പെഷ്യലി പ്രൊഫഷണൽ ആളുകൾക്ക് ഉള്ള കോച്ചിങ് പ്രോഗ്രാമാണ് നമ്മൾ ഗ്രേറ്റ് വിഷൻ ഓൺലൈൻ സെമിനാരി നൽകുന്നത്. ജോലിയോടൊപ്പം കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ആഗോള വ്യാപകമായി കർത്താവിൻ്റെ വേലയ്ക്ക് ഒരുക്കിയെടുക്കുക എന്നുള്ളതാണ്. 8 വർഷത്തിന് മുമ്പ് കർത്താവിനോട് അരുളി ചെയ്തൊരു കാര്യമാണ്, ഞാൻ പ്രൊഫഷണൽ ആളുകളെ എൻ്റെ വേലയ്ക്കായി ഞാൻ വിളിക്കാൻ പോകുന്നു. അതുകൊണ്ട് നീ അവർക്ക് ഓൺലൈൻ സെമിനാരി പഠനം നൽകണം. കർത്താവിനെ പ്രാപിച്ച TG കോശ് സാറ് അച്ഛനോട് ഈ വിഷയം ഞങ്ങൾ സംസാരിപ്പാനിടയായി തീർന്നു. എൻ്റെ വിഷൻ പലരുമായി പങ്കുചെയ്തു, ഫാക്കൽറ്റിയിൽ സംസാരിച്ചു, വിശേഷാൽ മാത്യു സംഗുര്യൻ സാറിനോട് ഷെയർ ചെയ്തു. അവിടെയുള്ള പല പ്രൊഫസേഴ്സുമായി പങ്കുവെച്ചപ്പോൾ അവരുടെ എല്ലാവരുടെയും സംയുക്തമായിട്ടുള്ള പങ്കാളിത്തമാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു പ്രോഗ്രാം ലഭിക്കുന്നത്. അതുകൊണ്ട് സാധാരണ അധ്യാപകരുടെ സമയത്ത് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ് ഓൺലൈൻ. എന്നാൽ ഇത് വിദ്യാർത്ഥികളുടെ സമയമനുസരിച്ച്, പഠിതാക്കളുടെ സമയവും സൗകര്യവും അനുസരിച്ച് പഠിക്കാനുള്ള ഒരു ക്രമീകരണമാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. പഠനം പൂർത്തീകരിക്കുന്ന ആളുകൾക്ക് ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി സ്റ്റുഡൻസിനോട് ഒരുമിച്ച് ക്യാമ്പസിൽ നിങ്ങൾക്ക് കടന്നു വന്ന് ഗ്രാജുവേറ്റ് ചെയ്യാൻ കഴിയും. നമ്മൾ 3 കോഴ്സുകളാണ് കൊടുക്കുന്നത്. ഡിപ്ലോമ ഇൻ തിയോളജി 4 സെമസ്റ്റർ ആയിട്ടുള്ളതാണ്, 16 കോഴ്സ്. അതുപോലെ ഗ്രാജുവേറ്റ് ഇൻ തിയോളജി 6 സെമസ്റ്റർ ആയിട്ട് 25-ൽ പരം കോഴ്സുകളുണ്ട്. അതുപോലെ BA ഇൻ തിയോളജി 27 പ്രോഗ്രാമുകൾ. അതിനോടൊപ്പം ചിൽഡ്രൻ ആൻഡ് യൂത്ത് മിനിസ്ട്രി അറ്റാച്ച്ഡ് ആയിട്ട് എടുക്കാൻ കഴിയുന്നവർക്ക് അങ്ങനെയും എടുക്കാം. അതുപോലെ ചെറിയ പ്രോഗ്രാമുകളുമുണ്ട്, 3 മന്ത്സിൻ്റെയും 6 മന്തിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളുമുണ്ട്. അതെ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് 9020406080 എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് അറിയിച്ചാൽ അത് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് കൂടുതൽ അറിയാനായിട്ട് കഴിയും. നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് തലമുറയെക്കുറിച്ച് ദർശനം പ്രാപിക്കുക എന്നുള്ളതാണ്. തലമുറയെക്കുറിച്ച് ദർശനം പ്രാപിക്കുക, അതിൻ്റെ 2ാമത്തെ സെഷനിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. എന്തുകൊണ്ട് തലമുറയുടെ വിഷയത്തിൻ്റെ മറുപടി വൈകുന്നു? എന്തുകൊണ്ട് തലമുറയുടെ വിഷയത്തിൻ്റെ മറുപടി വൈകുന്നു? മക്കളില്ലാത്ത മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നു, കാത്തിരിക്കുന്നു. പലർക്കും മക്കളില്ലാതെ അവർ കടന്നുപോയവരുമുണ്ട്. എന്നാൽ ധാരാളം ആളുകൾക്ക് ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രം നാളുകൾ ഇരുന്ന് പ്രാർത്ഥിച്ച് തലമുറയെ കൊടുത്ത ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ സഹോദരന്മാര് പ്രാർത്ഥിച്ച് തലമുറ ജനിച്ച സ്റ്റോറീസ് ഉണ്ട്. എൻ്റെ ശുശ്രൂഷയിൽ ഒരു 25-ലധികം ദമ്പതികൾക്ക് ദീർഘവർഷങ്ങൾ മക്കളില്ലാതിരുന്നിട്ട് മക്കൾ ജനിച്ച സംഭവങ്ങളുണ്ട്. എനിക്കിന്നും മറക്കാൻ കഴിയാത്തത് എൻ്റെ പിതാവിൻ്റെ മൂത്ത സഹോദരിയുടെ മകൾ
സാലിയമ്മ എന്ന് പറയുന്ന എൻ്റെ ഒരു പെങ്ങളുണ്ട്. ഒറ്റക്കല്ലാണ് അവർ ജനിച്ചു വളർന്നത്. ഇന്ന് പുനലൂര് റെയിൽവേ സ്റ്റേഷൻ പേപ്പർ മില്ലിന് സമീപമാണ് താമസിക്കുന്നത്. വിവാഹം കഴിഞ്ഞ് ഏറിയ വർഷങ്ങൾ മക്കളില്ലായിരുന്നു. ഒരു ശവടക്കിന് സെമിട്രി വെച്ച് ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ എൻ്റെ ആ പെങ്ങൾ വീട് പണി നടക്കുന്നുണ്ടടാ ഉപദേശി എന്ന് എന്നോട് പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞു, ആ ഹാളിൽ ഒരു ഹൂക്കൂട് ഇട്ടേക്കാൻ പറഞ്ഞു. എന്നോട് ചോദിച്ചു അതിനകത്തിനാ? ഞാൻ പറഞ്ഞു കൊച്ചിനെ ആട്ടാൻ. അപ്പൊ എന്നോട് പറഞ്ഞു, എടാ ഇപ്പം ഞാൻ വയസ്സായി, ഞാൻ മച്ചിയായി, എനിക്ക് മക്കളൊന്നും ജനിക്കത്തില്ല. പെട്ടെന്ന് ആ ശവക്കോട്ടയിൽ വെച്ച് എൻ്റെ ഉള്ളിൽ ഭയങ്കരമായ ഒരു ആത്മപ്രേരണ ഉണ്ടായി. എൻ്റെ പെങ്ങളാണല്ലോ. ഞാനിങ്ങനെ ആ വയറിൽ ഇങ്ങനെ ആ കൈ ഇങ്ങനെ കൊണ്ടിങ്ങനെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ സാലിമാമേ, ഈ ഉദരത്തിൽ ദൈവം നിങ്ങൾക്കൊരു മാനെ തരും. സ്തോത്രം. അപ്പൊ എന്നോട് പറഞ്ഞു, എടാ ഉപദേശി, എന്നെ കളിയാക്കല്ലേ നീ എന്ന്. ഞാൻ പറഞ്ഞു, അല്ല മാമ, അത് കാണും. സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞത് ആത്മനിയോഗത്തിലാ പറഞ്ഞു. ദൈവത്തിന്റെ വചനം പഠിക്കുന്ന എൻ്റെ സെമിനാരി വിദ്യാർത്ഥികളോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പരിചയിച്ച കാര്യങ്ങൾ പ്രവചിക്കാൻ പ്രയാസം വരത്തില്ല. പരിചയിച്ച കാര്യങ്ങളെ എൻകറേജ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരത്തില്ല. എന്നാൽ നിങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ നിർബന്ധിച്ചാൽ ഒരു സാധ്യതയില്ലെങ്കിലും ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ഞാൻ നിങ്ങളെ ഹൈലി എൻകറേജ് ചെയ്യുന്നു. ഡിക്ലയർ, നിങ്ങൾ പ്രഖ്യാപിക്കണം. കാരണം നാവിന്മേൽ ജീവന്റെയും മരണത്തിന്റെയും അധികാരമുണ്ട്. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനെന്ന് വചനത്തിൽ കാണും. ആകാശം അടയ്ക്കുവാനുള്ള അധികാരം തന്റെ നാവിൽ ദൈവം കൊടുത്തു. ആകാശം തുറക്കാനുള്ള അധികാരം കൊടുത്തു. ഈ എൻഡ് ടൈമിൽ പ്രൊഫഷണലായിട്ടുള്ള നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്കായി നിങ്ങളെ ദൈവം ഉപയോഗിക്കും എന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്തായി നിങ്ങളെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഡോണ്ട് ലിമിറ്റ് ഗാഡ്. ദൈവത്തെ നിങ്ങൾ ഒരു പരിധിയിൽ നിർത്താതെ, ദൈവവചനത്തെ നിങ്ങൾ പരിധിയിൽ നിർത്താതെ, ആ ബുദ്ധിയുടെ അതിരുകളെ ആത്മാവിൽ ഇന്ന് രാവിലെ നിങ്ങൾ ഉടച്ചു മാറ്റി. ജൂഡ് പ്രാർത്ഥിക്കണം. ഒരു പ്രോഗ്രാം മാത്രം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യുക എന്നുള്ളതല്ല. പ്രൈസ് ഗോഡ്. ദ കമ്മിങ് ഡേയ്സ് വചനം പങ്കുവെക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ യൗവനക്കാര് നിറയട്ടെ. പിന്നെ പണി എളുപ്പമാ. ഡയറക്റ്റ് ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ കുഞ്ഞുങ്ങൾക്ക് കണക്ട് ചെയ്യത്തക്കവണ്ണം നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആ പ്ലാറ്റ്ഫോമിൽ നിൽക്കണം. ഇന്നലത്തെ പരിചയങ്ങളൊന്നും വിജയത്തിൽ നമ്മളെ എത്തിക്കത്തില്ല. അത് അപകടകരമായ ചിന്തയാണ്. പ്രൈസ് ഗോഡ്. ഏത് ഉയർന്ന ദൈവകരങ്ങളിൽ ശോഭിക്കപ്പെട്ടവർക്കെല്ലാം അവരുടെ ഓവർ കോൺഫിഡൻസ്, അവരുടെ മുൻപരിചയങ്ങൾ അവരെ പാളിച്ചയിൽ കൊണ്ടുപോയിട്ടുള്ളത് നമ്മൾ മറക്കരുത്. പ്രൈസ് ഗോഡ്. പ്രൈസ് ഗോഡ്. ദാവീദ് കിന്നരമൊക്കെ വായിക്കുന്ന ആളായിരുന്നു. പക്ഷെ വ്യവസ്ഥ തെറ്റിയപ്പോൾ ഭയന്നുപോയി. ദൈവത്തിന്റെ പെട്ടകം താൻ കൊണ്ടുവന്നത് കാളവണ്ടിയല്ല. നമ്മുടെ തോളിൽ ചുമക്കേണ്ടത് വണ്ടിയെ കയറ്റരുത്. അപകടമാണ്. മോശയോട് ആദ്യം ദൈവം അടിക്കാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞത് അടിക്കാനല്ല, കൽപ്പിക്കാനാ. കാര്യം എന്റെ പൈതലിനി അടിക്കുകയൊന്നും വേണ്ട. സിംപ്ലി എ വേർഡ് ഇസ് ഇനഫ്. വാട്ടർ ഔട്ട് ഓഫ് സ്റ്റോൺ. അതിനകത്തുനിന്ന് വെള്ളം ചാടി പുറത്തു വരും. പ്രൈസ് ഗോഡ്. പക്ഷേ അടിച്ചു. അതുകൊണ്ട് തന്റെ യാത്രയ്ക്ക് പ്രശ്നങ്ങളായി. ദാൻ മുതൽ ബേർശേബ വരെ ദൂത് പറഞ്ഞതിൽ തെറ്റാത്ത മനുഷ്യനായിരുന്നു ശമൂവേൽ. പക്ഷെ ഇശായിയുടെ കുടുംബത്തിൽ ഞാൻ ഒരുവനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ
ശൗലിന്റെ മൂത്ത മകൻ വന്നപ്പോൾ താൻ പറഞ്ഞു, ഇതാ യഹോവയുടെ അഭിഷിക്തൻ. താൻ പറയാൻ പറഞ്ഞു, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യർ പുറമേ ഉള്ളത് നോക്കുമ്പോൾ യഹോവ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. ഇന്നലത്തെ പരിചയം സക്സസ് ആകില്ല, ഇന്നലത്തെ പെർഫോമൻസ് സക്സസ് ആകില്ല. ആത്മീയ ശുശ്രൂഷയ്ക്ക് പെർഫോമൻസ് എന്ന് പറയുന്ന വാക്കേ ഇല്ല. ശുശ്രൂഷ ദൈവത്തിൻ്റെതാണ്, നാം ഉപകരണങ്ങൾ മാത്രമാണ്. ട്രംപ് സംസാരിച്ചാലും മോദി സംസാരിച്ചാലും ഈ ലോകത്തിലുള്ള ഏത് പ്രഭുക്കന്മാരും മഹാന്മാരും സംസാരിച്ചാലും മൈക്ക് അതിനെ ബോധർ ചെയ്യുന്നില്ല. ആരുടെ ശബ്ദവും പുറന്തള്ളുക എന്നുള്ളതേ ഉള്ളൂ. ഇതുപോലെ നാം ഓരോരുത്തരും ദൈവത്തിന്റെ കൈകളിലുള്ള ഇൻസ്ട്രുമെന്റ് ആണ്. ദൈവം എന്നെ തെരഞ്ഞെടുത്ത് എന്നെ ഈ പ്ലാറ്റ്ഫോമിൽ ആക്കിയത് കൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം പഠിക്കുവാനായിട്ട് അവസരമുണ്ടായി. എത്രയോ ഉറക്കമില്ലാത്ത രാത്രികൾ, വേദനകൾ മാത്രം കടിച്ചമർത്തി എത്രയോ ദിനരാത്രങ്ങൾ. കഴിഞ്ഞ ദിവസം പലരും എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അങ്കിളെ, ആ മുഖത്ത് ഭയങ്കര ക്ഷീണമായി എപ്പോഴും കാണുന്നത്, പക്ഷെ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ജീവനാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്ന് വളമാകാതെ മറ്റൊന്ന് കിളിർക്കത്തില്ല, ഒന്ന് അണ്ട് മറയാതെ മറ്റൊന്ന് പുഷ്ടി പ്രാപിക്കത്തില്ല. കർത്താവ് പറഞ്ഞ്, ഗോതമ്പ് മണി നിലത്ത് വീട് ചാകുന്നില്ലേ, അങ്ങനെ ഇരിക്കും, ചത്തുവെങ്കിൽ ബലം കായ്ക്കും. നിങ്ങളിൽ ഓരോരുത്തരിലും ആയിരക്കണക്കിന് ആത്മാക്കളെ ഞാൻ വിശ്വാസത്താൽ കണ്ടുകൊണ്ടാണ് ഈ ത്യാഗം സഹിക്കുന്നത്. ഇതിന് വില കൊടുക്കുന്നത് എന്താണ്? വിലപ്പെട്ടത് ദൈവരാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ദർശനത്തിന് വില കൊടുക്കുക, ആത്മഭാരത്തിന് വില കൊടുക്കുക, ദൈവഹിതത്തിന് വില കൊടുക്കുക, ദൈവം നിങ്ങളോട് നിയോഗിച്ച കാര്യത്തിന് മാത്രം പ്രയോറിറ്റി കൊടുക്കുക. കരഘോഷത്തിൽ സന്തോഷിക്കരുത്, അപ്പോൾ നിങ്ങൾ കൂക്കുവിളിയിൽ ദുഃഖിക്കേണ്ട വരികയില്ല. നിങ്ങളെ ഒറ്റപ്പെടുത്തിയാൽ, അവഗണിച്ചാൽ, പരിഗണിക്കാതെ പോയാൽ, താങ്ങേണ്ടവരൊക്കെ തളർത്തിക്കളഞ്ഞാൽ, നിങ്ങളെ അവഹേളിച്ചാൽ, ഒറ്റപ്പെടുത്തിയാൽ, ദുർഭാഷണം നിങ്ങളെ കുറിച്ച് പറഞ്ഞാൽ, ഇതൊന്നും ശ്രദ്ധിക്കാൻ പോകരുത്. ദൈവം തന്ന ഗോൾ എന്താണ്? അതാണ് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ. ദൈവം തന്ന നിയോഗം എന്താണ്? അതാണ് നിങ്ങളുടെ മിനിസ്ട്രി. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിർബന്ധിക്കുന്നത് എന്താണ്? അവിടെ മാത്രമേ ദൈവത്തിന്റെ ആത്മാവിന് സ്പേസ് ഉള്ളൂ. അതുകൊണ്ട് ഓരോ മിനിസ്ട്രിയും നിങ്ങൾ ചെയ്യുമ്പോൾ വ്യക്തമായ ദൈവനിയോഗത്തോടുകൂടി മാത്രമേ ചെയ്യാവൂ. ഒരിക്കലും ആത്മീയ ജീവിതത്തിൽ ഒരു പൊളിറ്റിക്സിൽ നിങ്ങളുടെ മനസ്സിന് സ്പേസ് ഉണ്ടാക്കരുത്. ഒരാൾ നിങ്ങളെ അവഗണിച്ചാൽ നിങ്ങൾ സന്തോഷത്തോടെ അങ്ങൊഴിഞ്ഞു മാറിക്കോണം. കാരണം ഉടുപ്പെടുക്കാൻ ഒരാൾ ആഗ്രഹിച്ചാൽ പുതപ്പും കൊടുത്തേക്കാനാ കർത്താവ് പറഞ്ഞത്. നമ്മുടെ ചർച്ച് മുളക്കടിയിൽ 3 വർഷം ഞാൻ മൗണ്ട് സിയോൺ സെമിനാരി പഠിപ്പിച്ചു. അന്ന് ജെയിംസ് സാറാണ് അവിടെ ഡയറക്ടറായത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രിയപ്പെട്ടവനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ, ഇവിടെ മറ്റൊരാൾക്കും പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, വളരെ സന്തോഷം. അപ്പോ സാറിങ്ങനെ സൂചിപ്പിച്ചു, ഇപ്പൊ അവസരമില്ല. അപ്പൊ പറഞ്ഞു, ഷാജി മാത്യു ഇടമൺ ഇവിടെ പഠിപ്പിക്കാൻ അവസരം ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന് PhD ഒന്നും ഇല്ലല്ലോ, എനിക്കും വേണം. ഞാൻ ആ വിവരം അറിഞ്ഞപ്പോൾ സാറിനോട് പറഞ്ഞു, സാറേ, ഇനി ഞാൻ വരുന്നില്ല, ഈ സെമസ്റ്റർ തീർത്തിട്ട് ഞാൻ പോവുക. അപ്പോ അതെന്താ, ഒരാൾ ഉടുപ്പെടുക്കാൻ ആഗ്രഹിച്ചാൽ പുതപ്പും കൊടുത്തേക്കണമെന്നാ ദൈവത്തിന്റെ കാര്യം. അങ്ങനെ മുളക്കടയിൽ നിന്ന് ഇങ്ങനെ വണ്ടി ഓടിച്ചു വരുമ്പോഴാണ് കർത്താവിനോട് പറയുന്നത്, അനേകം പ്രൊഫസേഴ്സിനെ എന്റെ പങ്കാളിത്തത്തോടുകൂടി ഞാൻ ഒരു വലിയ പദ്ധതിക്ക് വേണ്ടി നിന്നെ ഒരുക്കാൻ പോകും. ഇന്ന് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ 32 പ്രൊഫസേഴ്സ് ഉണ്ട് ക്ലാസ്സുകൾ. അതുകൊണ്ട് എൻ്റെ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഒരു സ്ഥലത്ത് ഇടിച്ചു കയറാൻ പോകരുത്. ദൈവത്തിന്റെ വഴി 1000 വഴികൾ കാണും. ജനലക്ഷങ്ങൾക്ക് വഴി തുറന്ന ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി തുറക്കാനാണ് ഇത്ര പാട്. ധൈര്യപ്പെട്ടിരിക്കുക. നിങ്ങളുടെ വിളിച്ച വിളിയിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കണമെന്ന് ഞാൻ താഴ്മയോട് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നിങ്ങളെ ഗൈഡ് ചെയ്യാനോ നിങ്ങളുടെ ശുശ്രൂഷയിൽ നിങ്ങൾ പ്രശംസിക്കാനോ, നമ്മുടെ മനസ്സ് അഹങ്കരിച്ചു പോകാനോ നിഗളിച്ചു പോകാനോ
സ്വയപ്രശംസയിലേക്കോ സ്വയപ്പുകഴ്ചയിലേക്കോ ഒന്നും പോകാതിരിപ്പാൻ നിങ്ങൾ വളരെ സൂക്ഷിക്കണം. ചെറിയ വിജയമാകട്ടെ വലിയ വിജയമാകട്ടെ എല്ലാത്തിനും ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഒരു ഗ്ലോറിയും നമ്മൾ എടുക്കരുത്. എല്ലാ ഗ്ലോറിയും ഓണറും എല്ലാം കർത്താവിന് മാത്രമാണ്. ഒരു കുഞ്ഞഭിഷേകം പ്രാപിച്ചാൽ ദൈവത്തിന് മഹത്വം കൊടുക്കും. ചില സമയത്ത് നമുക്ക് ചില നിയോഗങ്ങൾ ഉണ്ടാകും, പക്ഷെ ആ നിയോഗങ്ങൾ ശീലമാക്കരുത്. ഒരിക്കൽ ഞാനൊരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, എന്നെ വിരൽ ചൂണ്ടിട്ട് പറഞ്ഞു, അവൻ അഭിഷേകം പ്രാപിക്കാൻ പോകുന്നു, അവന്റെ തലയിലോട്ട് കൈവെക്കാൻ പറഞ്ഞു. അന്നേരം അഭിഷേകം പ്രാപിച്ചു. അപ്പൊ പിന്നീട് ഞാൻ അടുത്ത വേറൊരു മീറ്റിങ്ങിന് വന്നപ്പോൾ എന്റെ മനസ്സിൽ തോന്നി, ഞാൻ കൈവച്ച എല്ലാവരും അഭിഷേകം പ്രാപിക്കുന്നു, ആരും പ്രാപിച്ചില്ല. അപ്പൊ ദൈവം, ഞാൻ ഭയപ്പെട്ടു പോയി. അയ്യോ. എന്നാൽ നിയോഗത്തിൽ കരം വെച്ചാൽ, നിയോഗത്തിൽ പ്രാർത്ഥിച്ചാൽ ഭയങ്കര ആത്മപകർച്ച ഉണ്ടാകാറുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഒരുവൻ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവസന്നിധിയിൽ ഒരുങ്ങിയെങ്കിൽ മാത്രമേ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരാൾ കൈവയ്ക്കാൻ നിയോഗം ഉണ്ടാകും. മനസ്സിലായല്ലോ? അതുകൊണ്ട് അതിനായി ആത്മദാഹമുള്ളവരുടെ ഇടയിൽ നാം ഒരുങ്ങിയിരുന്നാൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പരിശുദ്ധാത്മ നമ്മെ ഉപയോഗിക്കും. ഓക്കെ, അതുകൊണ്ട് പരിചയങ്ങളിലൂടെ അല്ല നമ്മുടെ ശുശ്രൂഷ വിജയിക്കുന്നത്. അപ്പോൾ പരിചയത്തിന് പ്രയോജനമില്ലയോ? നിശ്ചയമായും ഉണ്ട്. അതാളുകളെ പരിശീലിപ്പിക്കാനാണ് പ്രയോജനം. പരിശീലിപ്പിക്കാൻ നല്ല ട്രെയിനറായി മാറണമെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ട്രെയിനിങ്ങിലൂടെ ഗോത്രൂ ചെയ്ത ആളിനെ ഒരു നല്ല ട്രെയിനറായി മാറാൻ കഴിയും. സോ ലെറ്റ് us come back. നാം കഴിഞ്ഞ ദിവസം സക്കരിയാവിൽ നിന്നാണ് പഠിപ്പാനിടയായി തീർന്നത്. സക്കരിയാവിന്റെ പുസ്തകമല്ല, ദ ലൈഫ് ഓഫ് സക്കരിയ. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിയെ കുറിച്ചും നമ്മളെ അല്പം ചിന്തിപ്പാനിടയായി തീർന്നു. അവരുടെ 6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ സെഷനിൽ ശ്രദ്ധിച്ചത്. തലമുറയെക്കുറിച്ച് ദർശനമുള്ളവരായി ആകുക എന്നുള്ള ഒരു എപ്പിസോഡായിട്ട് നമ്മളത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഏതൊക്കെ പ്ലാറ്റ്ഫോം ഉണ്ടോ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒത്തിരി ജീവിതങ്ങൾക്ക് അതൊരു ആശ്വാസമായി കർത്താവ് തീർക്കും. ഓക്കെ, രണ്ടാമത്തെ സെഷൻ ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്, എന്തുകൊണ്ട് തലമുറയുടെ മറുപടി വൈകുന്നു? വിഷയത്തിന് എന്താ മറുപടി വൈകുന്നത്? സക്കരിയ എന്ന വാക്കിനർത്ഥം ദ ലോർഡ് റിമെമ്പേഴ്സ്, ദൈവം ഓർക്കുന്നു എന്നാണ്. സക്കരിയ എന്ന വാക്കിനർത്ഥം ദ ലോർഡ് റിമെമ്പേഴ്സ്, ദൈവം ഓർക്കുന്നു. എലിസബത്ത് എന്ന വാക്കിന് ദ ഓത്ത് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സത്യം ആകുന്നു. Praise God. The oath of God, ദൈവത്തിന്റെ സത്യമാകുന്നു. നോക്ക്, അവരുടെ രണ്ടുപേരുടെയും വാക്കുകളിൽ ഗാഡ് എന്നുള്ള പദമുണ്ട്, ലോഡ് എന്ന പദമുണ്ട്. ദൈവമുള്ളവരാണ്. ജീവിതത്തിൽ ദൈവമുണ്ട്, അവരുടെ പേരിൽ ദൈവമുണ്ട്, എല്ലാമുണ്ട്. അപ്പൊ ചോദ്യം, ഇവിടെ സക്കരിയാവിനോട് ഏഞ്ചൽ വന്ന് ഡയറക്റ്റ് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. സൗരങ്ങളെ, പ്രാർത്ഥിക്കുന്നവന് മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ കഴിയൂ. പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾ പ്രബന്ധം അവതരിപ്പിച്ചാലോ, തിസീസ് സബ്മിറ്റ് ചെയ്താലോ, സെമിനാർ നടത്തിയാലോ ഒന്നും പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണം നിർബന്ധമില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കൂടെ പഠിച്ച, ഞാൻ പേര് പറയാൻ പറ്റത്തില്ല, ബോംബെയിൽ പഠിച്ച ഒരു പ്രിയപ്പെട്ട എൻ്റെ സീനിയർ. അപ്പൊ അദ്ദേഹം ഒരിക്കൽ പ്രാർത്ഥനയെക്കുറിച്ച് ഭയങ്കര ഒരു സർമൺ പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഒരിക്കലും പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് ഭയം തോന്നി, ദൈവമേ, ജീവിതത്തിൽ ഇല്ലാത്ത പ്രസംഗിക്കാൻ പറ്റുമോ? പേഴ്സണൽ പ്രെയർ ഇല്ല. സ്തോത്രം. കൂട്ടായ്മകളിലൊക്കെ നമ്മൾ നിന്റെ പ്രാർത്ഥനയൊക്കെ നയിക്കാൻ അവസരം നമ്മുടെ ഉള്ളിൽ പ്രേരണ കിട്ടിയെന്ന്. പക്ഷേ ദൈവത്തോട് കൂടെ നടക്കാൻ പറ്റുന്നുണ്ടോ? ഈ കൂട്ടായ്മ ടൈമിൽ 2-3 മണിക്കൂർ നിങ്ങളുടെ ചർച്ചുകളിലോ ഫെലോഷിപ്പുകളിലോ ഒക്കെ ആയിരിക്കും. പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ, ഇന്റർവൽ ടൈം, ആർ യു വാക്കിംഗ് വിത്ത് ജീസസ്? ആർ യു ടോക്കിംഗ് വിത്ത് ജീസസ്? ആർ യു കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അവർ മാസ്റ്റർ?
നമ്മുടെ യജമാനുമായിട്ട് നമ്മൾ ഇന്റർവെൽ ടൈമിൽ സംസാരിക്കാറുണ്ടോ? കൂട്ടായ്മയില്ലാത്ത സമയങ്ങളിൽ കർത്താവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാ? കടിച്ചു കീർന്ന് ചെന്നായുടെ കൂട്ടാന്നോ ഭാര്യയുടെ അടുക്കെ? ഇങ്ങനെയും കൊല്ലും ഞാനും ചാവും എന്നുള്ള പോക്കാണോ ഭാര്യയ്ക്ക് ഭർത്താവിനോട്? ഞാൻ പ്രസവിച്ച മുഴുവൻ പിശാചുക്കളാണല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇതിനെയൊക്കെ തല്ലിക്കൊന്ന് കുഴിച്ചിടുന്ന ഞാൻ നല്ലതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വയറ്റിൽ കിടന്നപ്പോ ഇനി അങ്ങ് കളഞ്ഞാ മതിയായിരുന്നു ചിന്തിച്ചിട്ടുണ്ടോ? ശപിച്ചിട്ടുണ്ടോ കുഞ്ഞുങ്ങളെ? എല്ലാം ഏറ്റു പറഞ്ഞോണം. സ്തോത്രം. നമ്മള് സെമിനാരി പഠിച്ച് നിങ്ങൾക്ക് 3 വർഷം കഴിയുമ്പോൾ ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ വന്ന് ക്യാമ്പസ് സ്റ്റുഡൻസിനോട് ഒരുമിച്ച് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ കിട്ടും. സത്യമാണ്. കറക്റ്റായിട്ട് കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്താണ്. പക്ഷെ ഓർത്തോണം, ഇത് ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നത്. ഇത് ജീവിതത്തിൽ പാലിക്കുമ്പോൾ നമ്മളിലൂടെ ആളുകൾക്ക് ക്രിസ്തുവിനെ വായിക്കാൻ പറ്റും. നമ്മുടെ ശബ്ദത്തിൽ യേശുവിന്റെ പ്രസൻസ് അനുഭവിക്കാൻ പറ്റും. നിങ്ങൾ കരം കൊടുക്കുമ്പോൾ അവർക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാം. നിങ്ങൾ ഒരാളെ കണ്ടുമുട്ടിയാൽ ഒരു 5 മിനിറ്റ് സമയം സ്പെൻഡ് ചെയ്താൽ അവർക്ക് സമാധാനം കിട്ടും. കാരണം സമാധാനം ഉണ്ടാക്കുന്നവരാണ്. വി ആർ ദ പീസ് മേക്കേഴ്സ്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുമെന്ന. അപ്പൊ തിരിച്ചൊന്ന് വ്യാഖ്യാനിച്ച്, സമാധാനം നശിപ്പിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആരുടെ മക്കളെന്ന് വിളിക്കപ്പെടും? നിങ്ങൾ തന്നെ പറഞ്ഞാൽ. അപ്പൊ വീട്ടിൽ പ്രശ്നമെല്ലാം വന്നു കഴിഞ്ഞാൽ ഭാര്യ, അറിയാമല്ലോ, ഹോർമോൺ വേരിയേഷൻ ഒക്കെ വരുന്ന സമയത്ത് അവർക്ക് ചില സമയത്ത് അവരുടെ മൂടൊക്കെ അങ്ങ് മാറും. പണ്ടൊരു അമ്മച്ചി എന്നും തല്ലുന്ന ഒരു അമ്മച്ചിയാ, വഴക്കിടുന്ന അമ്മച്ചിയാ. അപ്പൊ അമ്മച്ചി രക്ഷിക്കപ്പെട്ടു വന്നപ്പോ മരുമോള് അമ്മച്ചിയുടെ അടുക്ക് വന്ന് ചോദിച്ചു, തള്ള ഇന്നെന്താ നിങ്ങളൊന്നും വഴക്കുണ്ടാക്കാത്ത? ഒരു യോഗത്തിന് പോയിട്ട് വന്നപ്പോ അമ്മച്ചിക്ക് രക്ഷാനുഭവം ഉണ്ടായ അമ്മച്ചിയുടെ സ്വഭാവമാണ്. അപ്പം പിന്നെയും മരുമോൾ ഇറിറ്റേറ്റ് ചെയ്യുക, കാരണം ഒന്ന് വഴക്കുണ്ടാക്കാൻ. അപ്പൊ അമ്മച്ചി ശാന്തതയോട് പറഞ്ഞു, മോളെ, കലി വരാതെ എങ്ങനെയാ വഴക്കുണ്ടാക്കാൻ പറ്റുന്നത്? കലി വരാതെ എങ്ങനെ വഴക്കുണ്ടാക്കാൻ പറ്റും? ജഡത്തിന്റെ വർക്ക് ഓഫ് ദി ഫ്ലഷ് ആൻഡ് ദ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് നമ്മൾ പഠിച്ചത്. ജയം കിട്ടാത്തതിനെല്ലാം പ്രാർത്ഥിച്ച് ജയിക്കാനുള്ള കൃപയ്ക്കായി നിങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവ് തരും. ഒരു സക്സസ് ആയിട്ടുള്ള വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പിന്നെ നിങ്ങൾ പ്രസംഗിക്കണ്ട. നിങ്ങളുടെ ജീവിതം അനേകരുടെ നാവിൽ ഒരു പ്രസംഗ വിഷയം മാറും. നിങ്ങൾ ജീവിച്ചാൽ മതി. നിങ്ങളെ കണ്ട ആളുകൾ കർത്താവിലേക്ക് വരും. നിങ്ങളോട് ലഭിക്കുന്ന സ്നേഹം. പ്രിയ ജിൻസിയുടെ ഹസ്ബൻഡ് വന്നപ്പോൾ പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടില്ലായിരുന്നു? ഇത്രയും സ്നേഹം നിനക്ക് എങ്ങനെ തരാൻ കഴിയുന്നു? ഇത്രയും വലിയ സ്നേഹം എനിക്ക് കിട്ടിയിരുന്നത് ഞാന് വിദേശത്ത് പോകത്തില്ലായിരുന്നു. ലൈഫ് ട്രാൻസ്ഫോർമേഷൻ. ദൈവത്തിന്റെ വചനം നമ്മളിൽ വരുന്ന മാറ്റങ്ങളാണ്. നമ്മളിൽ മാറ്റം ഉണ്ടായ വീട്ടിൽ മാറ്റം ഉണ്ടാവുമല്ലോ, കുടുംബജീവിതത്തിൽ മാറ്റം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് കൂട്ടായ്മയിൽ മാറ്റം ഉണ്ടാവുമല്ലോ, സൊസൈറ്റിയിൽ മാറ്റം ഉണ്ടാവുമല്ലോ, സമൂഹത്തിൽ മാറ്റം ഉണ്ടാവുമല്ലോ, രാഷ്ട്രങ്ങൾക്ക് മാറ്റം ഉണ്ടാവുമല്ലോ. യെസ്, തിങ്ക് അബൌട്ട് ക്രൈസ്റ്റ് സെന്റേർഡ് ലൈഫ്. ഓരോ ദിവസം ദൈവത്തിനെ കരയണം. ഓ ലോർഡ്, മേക്ക് മീ ബ്ലെസ്സിങ് ടു സംബഡി. ദൈവമേ, ഒരാൾക്കെങ്കിലും എന്നെ ഒരു ബ്ലെസ്സിങ് ആക്കി അവിടുന്ന് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇവിടെ സക്കറിയാവിന്റെ പേര് The Lord remembers. എലിസബത്തിന്റെ പേര് The Oath of God. ദൈവത്തിന്റെ സത്യം ദൈവം ഓർക്കുന്നു. ഇയേഴ്സ് ഓഫ് ഇയേഴ്സ് അവർ പ്രാർത്ഥിച്ചു. വളരെ രസകരമായ പല ചിന്തകൾ ഇതിനകത്ത് നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ലോകത്തിന്റെ ചില ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം എൻ്റെ മനസ്സിലൂടെ ഇതാണ് കടന്നുപോയത്. നീ പ്രാർത്ഥിച്ച് അനേകർ വിടുവിക്കപ്പെട്ടു.
പക്ഷെ നിന്റെ വിഷയത്തിന് എന്താണ് വിടുതൽ നടക്കാത്തത്? നീ പ്രാർത്ഥിച്ച അനേകർ വിടുവിക്കപ്പെട്ടു, നിന്റെ വിഷയത്തിന് എന്താ വിടുതൽ ഇല്ലാത്തത്? ലോകത്തിന്റെ മറ്റൊരു ചോദ്യമാണ്, നീ പ്രാർത്ഥിച്ച അനേകർ അനുഗ്രഹിക്കപ്പെട്ടു, പക്ഷേ ഇസ്രായേലിന്റെ ശാപത്തിൽപ്പെട്ടതാ വന്ധ്യത. നീ വചനപ്രകാരം ജീവിക്കുന്നെങ്കിൽ ഈ വന്ധ്യത എങ്ങനെയാ നിന്റെ ജീവിത പങ്കാളിക്ക് വരുന്നത്? നിന്റെ സ്ഥിതി മാറാത്തത്? എല്ലാം നോട്ട് ചെയ്ത് വെക്കണം കണ്ടോ. ഓ പ്രൈസ് ഗോഡ്. ആളുകൾ ഒരുപക്ഷെ ചിന്തിച്ചു കാണും, ഇദ്ദേഹം പുറമേയൊക്കെ നല്ല ആളാ, പക്ഷേ ദൈവമായിട്ടുള്ള കണക്ഷൻ ഒന്നും കാണുക. അല്ലെങ്കിൽ എന്താ ഈ വിടുതല് നടക്കാത്തത്? മറ്റൊരു ചോദ്യം അന്നത്തെ ഇസ്രായേൽ ജനതയ്ക്ക് ഒരുപക്ഷെ സഖറിയാവിനെ കുറിച്ച് തോന്നിക്കാണും. പ്രമാണപ്രകാരം ജീവിക്കുന്ന ആളാണെങ്കിൽ അനുഗ്രഹം തടയപ്പെടുമോ? വൈ ഡിലേ ബ്ലെസ്സിംഗ് ഇൻ യുവർ ഫാമിലി? നിന്റെ ഭവനത്തിനകത്ത് അനുഗ്രഹങ്ങൾ വൈകുന്നത് എന്താണ്? ചോദ്യമാണ്. ഇനി ആളുകൾക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയാം. ഇവര് വയസ്സിനും വയസ്സിയൊക്കെ ആയി, ഇവരുടെ ആയുസ്സും ഒക്കെ തീരാറായി. ഇനി ഇവന്റെ രക്തത്തിൽ നിന്ന് ശുശ്രൂഷയുടെ ഒരു പുതിയ വേര് മുളയ്ക്കത്തില്ല. എന്താണ്? ഇവരെ തീരാറായി. ഇനി സഖറിയാവിന്റെയും എലിസബത്തിന്റെയും ബ്ലഡിൽ നിന്ന് ശുശ്രൂഷയ്ക്കായി ഒരു പുതിയ മുള, ഒരു പുതിയ വേര് ഇനി മുളയ്ക്കാൻ സാധ്യതയില്ല. ശരിയാ. മാനുഷ്യമായി ചിന്തിക്കുമ്പോൾ, സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ, അളന്നു കുറിച്ച് കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ശരിയാ. എന്നാൽ യെശയ്യാവിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ. നിങ്ങളുടെ വഴികളല്ല എന്റെ വഴികൾ. ആകാശം ഭൂമിക്കും ഇതേ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും ഇതേ ഉയർന്നിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് വിചാരിക്കുന്ന വിചാരത്തെക്കാൾ ഒരു താണ വിചാരം ദൈവം നിങ്ങൾക്ക് തന്ന മക്കളെ കുറിച്ച് ഉണ്ടായിരിക്കുകയില്ല. അവരെവിടെയോ ആയിക്കൊള്ളട്ടെ, ഏത് ട്രാപ്പിലോ ആയിക്കൊള്ളട്ടെ, ഏത് അഫെയറിലോ ആയിക്കൊള്ളട്ടെ, ഏത് കുരുക്കിലോ ആയിക്കൊള്ളട്ടെ, ഏത് തകർച്ചയിലോ ആയിക്കൊള്ളട്ടെ, ഏത് വീഴ്ചയിലോ ആയിക്കൊള്ളട്ടെ, പക്ഷേ ദൈവത്തിന്റെ വലയ്ക്കകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ അവർ പെടും. കരയുന്നൊരു അപ്പൻ വീട്ടിലുണ്ടെങ്കിൽ ദൈവത്തിന്റെ ചൂണ്ടലിൽ അവർ കുരുങ്ങപ്പെടും. ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ഒരു മാതാവും പിതാവും വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വചനം അവരുടെ സകല കുരുക്കുകളിൽ നിന്നും അവരെ വലിച്ചെടുത്ത് പുറത്തു കൊണ്ടുവരും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ശാപവാക്കുകൾ ഒഴിവാക്കണം, അവരെ നോവിക്കുന്ന ശബ്ദങ്ങൾ ഒഴിവാക്കണം. നമ്മുടെ പല കുഞ്ഞുങ്ങളും രക്തബന്ധത്തിൽ നിന്ന് വേദന അനുഭവിച്ചവരുണ്ട്, മാതാപിതാക്കളിൽ നിന്ന് മുറിവേറ്റവരുണ്ട്, സഭയിൽ നിന്ന് മുറിവേറ്റവരുണ്ട്, സമൂഹത്തിൽ നിന്ന് മുറിവേറ്റവരുണ്ട്. എൻ്റെ അളിയൻ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനിൽ 14,000 മിഷണറീസ് ഒക്കെ ഉണ്ട്. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അതിൻ്റെ സ്ഥാപകൻ ഒരിക്കൽ പറഞ്ഞ ടെസ്റ്റ് മണി ഞാൻ വളരെ ചിന്തിപ്പിച്ചു. അദ്ദേഹത്തെ പഠിക്കാൻ അദ്ദേഹത്തിന് യാതൊരു കഴിവില്ലാത്തവനായി അധ്യാപകൻ ചിന്തിച്ച് പലപ്പോഴും അധ്യാപകന്റെ പഠിപ്പിക്കുന്ന മേശയുടെ കീഴിൽ കുനിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ധാരാളം സ്കൂളുകളുണ്ട്, കോളേജുകളുണ്ട്, പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. സൗരങ്ങളെ മനുഷ്യർ ശപിക്കുമ്പോൾ അപ്പുറത്ത് ദൈവം ചിലതൊക്കെ എഴുതി വെക്കും. മനുഷ്യരെ അവഗണിക്കുമ്പോൾ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് കാലങ്ങൾ തെളിയിക്കുന്ന സമയങ്ങൾ വരും. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കമ്പയർ ചെയ്ത് ശപിക്കരുത്, കമ്പയർ ചെയ്ത് അവരെ കുറ്റപ്പെടുത്തരുത്.
അവർക്ക് എന്ത് ബലഹീനതയുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ അവരെ ചേർത്ത് പിടിക്കണം. മുടിയമ്പുത്രനെല്ലാം മുടിച്ചിട്ടും അവൻ പോയി തൊലയിട്ടെന്നല്ല അപ്പൻ പറഞ്ഞത്. മടങ്ങി വന്നവനെ ഓടിച്ചെന്ന് ആലിംഗനം ചെയ്യുന്ന ഒരു അപ്പനെ പോലുള്ള ഹൃദയം നിങ്ങൾക്കുണ്ടാകണം. ഒരുപക്ഷെ മുറിവും വേദനയും മാത്രമായിരിക്കും മക്കൾ നിങ്ങൾക്ക് തന്നത്. ചില പറയുമ്പോൾ പാസ്റ്റർക്ക് അങ്ങനെയൊക്കെ പറയാം, അനുഭവിക്കുന്ന ഞങ്ങളല്ലേ. ഞാൻ എൻ്റെ സ്റ്റോറി പറയാൻ പോയാൽ നിങ്ങൾ മാറത്തടിച്ച് നിലവിളിക്കും. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അനേകം മടങ്ങ് ഞാൻ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ വാഹനം അടിച്ചു തകർത്ത സമയമുണ്ട്, എൻ്റെ കുഞ്ഞു മകനെ. എൻ്റെ സിസ്റ്റങ്ങൾ അടിച്ചു തകർത്ത സമയമുണ്ട്. സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞ സമയം. കാരണം ലോകത്തിന്റെ തത്വശാസ്ത്രങ്ങളും ലോകത്തിന്റെ സയൻസും ഫ്രണ്ട് സർക്കിളും ഒക്കെ കയറി കഴിഞ്ഞപ്പോഴത്തേന് എല്ലാം മാറി. എത്രയോ ദിനരാത്രങ്ങൾ പഞ്ചസാര ചാക്കിന്റെ മണ്ടേ ടാർപ്പാളിയും വലിച്ചു കെട്ടിയിട്ട് ബോസിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഒരിക്കലും അവൻ പറഞ്ഞു, ഡാഡി എന്റെ ചെവിക്കല്ല് പൊട്ടിപ്പോകുന്ന പോലെ ഞാൻ ദൈവശബ്ദം കേട്ടു. Every children will come back to the Lord. If you are fully committed and kneel down in the presence of God, definitely നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ കുഞ്ഞുങ്ങൾക്കുണ്ടാവുമെന്ന് വിശ്വസിക്കാം. വിളിച്ചവരാരെ പറഞ്ഞാൽ കേൾക്കാതെ പോകുന്ന തലങ്ങളുണ്ടോ? എല്ലാം കർത്താവിന്റെ സന്നിധി പായി വരും. ക്ഷമയോടിരിക്കണം. ആശയ്ക്ക് വഴിയില്ല, പ്രതീക്ഷയ്ക്ക് ഇടമില്ല. പക്ഷേ കർത്താവിന്റെ സ്നേഹം അതാണ് ചേർത്ത് പിടിക്കാൻ നമ്മളെ നിർബന്ധിക്കുന്നത്. നോക്കുക, സഖരിയാവിനോട് പറയുന്നത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ശുശ്രൂഷകന്റെ പേര് ദൈവത്തിന് അറിയാം അല്ലെ, ദൂതൻ അറിയാം അല്ലെ, പേരാ വിളിക്കുന്നത്. പിന്നെ തന്റെ ഭാര്യയുടെ പേര് ദൂതൻ അറിയാമോ? നിന്റെ ഭാര്യ എലിസബത്ത്. തിരുവചനം പഠിക്കുന്ന അനുഗ്രഹീതരായ വേദ വിദ്യാർത്ഥികളെ, നിങ്ങളുടെ പേര് കർത്താവിന് അറിയാം അല്ലേ? നിങ്ങളുടെ വൈഫിന്റെ പേര് കർത്താവിന് അറിയാം അല്ലേ? നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. പേര് നീ ഇടണ്ട, ഞാൻ ഇട്ടോളാം. അവന് യോഹന്നാൻ എന്ന് പേരിടണം. ഈ വചനം കേൾക്കുമ്പോൾ പറയണം, നിന്റെ പ്രതീക്ഷ അറ്റുപോയെടുത്ത് ജീസസ് വിൽ മേക്ക് എ വേ വേർ ദർ ഇസ് നോ വേ. എല്ലാ വഴികളും അടഞ്ഞെടുത്ത് നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറക്കുമെന്ന് നീ പറ. ദൈവത്തിന്റെ പണിപ്പുരയിൽ കയറ്റി ഇറക്കിയാൽ പെർഫെക്റ്റ് ആയിട്ട് പണി തീർന്ന് ഇറങ്ങി വരും കേട്ടോ. ദൈവം പണിയാൻ സമയം കിട്ടും. പടി 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 എന്ന് പറഞ്ഞ് പിള്ളേരുടെ പറയാൻ നിൽക്കരുത്. പ്രാർത്ഥിക്കെന്ന് പറഞ്ഞ് പിള്ളേരുടെ പറയാൻ നിൽക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം അവരെ ടച്ച് ചെയ്യും. അതുപോലെ കുഞ്ഞുങ്ങൾ, കർത്താവേ ഇവന്റെ സകല കൂട്ടുകെട്ടുകളിൽ നിന്നും, അഴുക്കായ കൂട്ടുകെട്ടിൽ നിന്നൊക്കെ ഇവനെ മോചിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പിള്ളേരെ കേൾക്കൊന്നും പ്രാർത്ഥിക്കരുത്. നമ്മുടെ പ്രാർത്ഥനയിൽ ഒരുപാട് മണ്ടത്തരങ്ങൾ അവസാനിപ്പിക്കണം. പല പ്രാർത്ഥനകളും മഹത്വമല്ല, കൂടുതൽ ദോഷമാണ്. ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുറ്റം ഒരു പ്രവാചകനോട് പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ച് പ്രവചിപ്പിക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുറ്റം നിങ്ങളുടെ ചർച്ചിലുള്ള പാസ്റ്ററിനോട് ഷെയർ ചെയ്യരുത്. എത്ര സ്നേഹിതരാണെങ്കിലും നിങ്ങളുടെ സഹവിശ്വാസികളോട് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കുറ്റം പറയരുത്. റിലേറ്റീവ്സിനെ കൊണ്ട് ഉപദേശിപ്പിക്കാൻ ശ്രമിക്കരുത്. Kneel down. മക്കളെ തന്ന ദൈവത്തിന് മുമ്പ് മുട്ടുകുത്ത്, നിലവിളിക്ക്, അഭിപ്രായങ്ങൾ നിർത്ത്, ചർച്ചകൾ നിർത്ത്, സംവാദങ്ങൾ നിർത്ത്, വിവാദങ്ങൾ നിർത്ത്, ആരോപണങ്ങൾ നിർത്ത്, വിമർശനങ്ങൾ നിർത്ത്, കുറ്റം പറച്ചിൽ നിർത്ത്, ഒറ്റപ്പെടുത്തൽ നിർത്ത്, ഹൃദയം കൊണ്ടുള്ള അവഗണന നിർത്ത്, ഹൃദയം കൊണ്ടുള്ള ശാപവാക്കുകൾ നിർത്ത്. ജനിച്ചപ്പോൾ ആ കുഞ്ഞ് തെറ്റിപ്പോയില്ലല്ലോ. ആദ്യത്തെ സ്കൂൾ വീടാ, മാതാപിതാക്കളാ. അവിടെ നിങ്ങളിൽ വന്ന കള്ളത്തരങ്ങൾ കാണും. ചർച്ചിൽ പ്രസംഗവും പ്രാർത്ഥനയും ആരാധനയും സാക്ഷിയല്ല ഇമ്പോർട്ടന്റ്. വീട്ടിൽ നിങ്ങളുടെ വാക്കുകൾ സത്യമുള്ളതല്ലെങ്കിൽ ആ കള്ളത്തരത്തിന്റെ വിത്ത് ആ കുഞ്ഞുങ്ങളിൽ വീഴും. മോഷണത്തിന്റെ ആത്മാവ് നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞു മോഷ്ടിക്കും.
മറ്റുള്ളവരെ വിമർശിക്കുന്ന ആത്മാവ് ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളിൽ ആ വിത്ത് വീഴും. ആരുടെയും കുറ്റം കേൾക്കാൻ താല്പര്യമുള്ള ഒരാളാണോ നിങ്ങൾ, അവരും കുറ്റങ്ങൾ കേൾക്കാൻ പോകും. അപ്പനും അമ്മയും ശരിയായാൽ മക്കൾ ശരിയാവും. അവർ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു നല്ല പങ്ക് മാതാപിതാക്കളുടെ മിസ്റ്റേക്കാണ്. ഞാൻ പറയുന്ന വാക്കുകൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മുറിക്കുന്നുണ്ടാവും, പക്ഷെ സാരമില്ല. ഒരു കാലഘട്ടം ഞാൻ അങ്ങനെയായിരുന്നു. കണ്ണിക്കണുന്നതിനെല്ലാം പിള്ളേരെ തല്ലും. സ്നേഹിതരോട് വിളിച്ചു പറയും പ്രാർത്ഥിക്കും, പാസ്റ്റേഴ്സിനോട് പറയും, പ്രവാചകരോട് പറയും. അതെല്ലാം 1000 മടങ്ങ് എനിക്ക് ദോഷമായി മാറി. കൗൺസിലിംഗ് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് മിസ്റ്റേക്ക് കുഞ്ഞുങ്ങളുടെ അല്ല, എന്റേത്. പിന്നീട് അവരെന്റെ ക്ലയന്റായി മാറി. എന്നിൽ മാറ്റങ്ങൾ വരുത്താൻ ഞാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളിൽ മാറ്റങ്ങൾ വരുന്ന കാണാൻ കഴിയും. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറയാറുള്ളത്, നമ്മൾ ശരിയായാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ശരിയാവും. നമ്മുടെ സ്വഭാവത്തിന്റെ രൂപീകരണത്തിനായി മനസ്സ് വയ്ക്കണം. നോക്കുക, ശുശ്രൂഷകന്റെ പേര് വിളിക്കുന്നു, ഭാര്യയുടെ പേര് വിളിക്കുന്നു, ജനിക്കാനുള്ള കുഞ്ഞിന്റെ പേര് വരെ ദൈവം പറയുന്നു. അപ്പൊ ജനിക്കുന്ന കുട്ടി ആണാണോ പെണ്ണാണോ എന്നും ദൈവത്തിന് അറിയാം, അല്ലേ? എത്ര ക്ലിയർ ആയിട്ടാണ് ദൈവം സംസാരിക്കുന്നത്. സ്തോത്രം. അപ്പൊ ചുറ്റുവട്ടമുള്ള പ്രതീക്ഷ എന്താണ്? ശരിയാണ്. ഫിസിക്കലി നോക്കിയാൽ എക്സ്പെക്ടേഷൻ 0% ആണ്. കാര്യം വയസ്സായി വൃത്തിയായി അവരുടെ ശരീരം ഒരു കുഞ്ഞിനെ സ്വീകരിക്കത്തക്കമുള്ള അവരുടെ ഗർഭപാത്രത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം നിശ്ചലമായി. ഓക്കെ, അപ്പൊ ശരീരം പറയുന്ന 0% ആണ്. ഇനി ഗർഭപാത്രത്തിന് പറയാനുള്ള സാക്ഷി എന്താ? ഇനി നോ ഹോപ്പ് ഇൻ യുവർ വൂം. നിങ്ങളുടെ ഗർഭപാത്രത്തിന് ഇനി ഒരു പോസിബിലിറ്റി ഇല്ല. ഇനി ഒരു ശിശുവിനെ വഹിപ്പാൻ എനിക്ക് പറ്റില്ല. പക്ഷേ സക്കരിയാവിന്റെ പ്രത്യേകത പറയുന്ന ദൂതൻ പറയുന്നതിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നോക്കിക്കേ, ലോകം വിമർശിക്കുമ്പോഴും പ്രാർത്ഥന നിർത്തിയില്ല. വാർദ്ധക്യത്തിലായപ്പോഴും പ്രാർത്ഥന നിർത്തിയില്ല. ഇനി ആശയ്ക്ക് വഴിയില്ല, പ്രതീക്ഷയ്ക്ക് വഴിയില്ല, കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് തോന്നിയ വിഷയങ്ങളിലൂടെയാണ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൽ നിനക്ക് 100% പ്രതീക്ഷയുണ്ട്. Christ is 100% guarantee for your subject. ക്രൈസ്റ്റ് ആണ് നമ്മുടെ എല്ലാത്തിന്റെ ആൻസർ. മനുഷ്യനോട് സംസാരിച്ചാൽ സക്രിയാവ് അക്സെപ്റ്റ് ചെയ്യില്ല, ചെറിയ കൊട്ടുകൊടുത്ത് വിടും. പക്ഷെ അതുകൊണ്ട് ദൈവം ഗബ്രിയേലിനെ നേരിട്ട് അയച്ചു. നിങ്ങൾ എങ്ങനെ ഉറയ്ക്കും? ദൈവസന്നിധി. അത് ദൈവത്തിനറിയാം. ആരെ അയച്ചാൽ ഉറയ്ക്കും? അത് ദൈവത്തിനറിയാം. ഏലിയാവ് തളർന്നു കിടന്നപ്പോൾ ദൈവം കാക്കയും വിധവയൊന്നും അയച്ചില്ല. ദൈവം അയച്ചത് ഏഞ്ചലിനെയാണ്. നിങ്ങളുടെ തളർച്ച മാറ്റി നിങ്ങളെ മിനിസ്ട്രിയുടെ നെക്സ്റ്റ് ലെവലിലേക്ക് നയിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമ്മുടെ ദൈവത്തിന്. So I want to encourage everyone, be strong in the Lord and the power of his might. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാൻ സ്തോത്രം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നമ്മെ ഉറപ്പിക്കേണ്ടത് ആരെ അയച്ചാണ് എന്ന് ദൈവത്തിന് വളരെ കൃത്യമായി അറിയാം. അപ്പൊ മനുഷ്യപരമായി മറുപടിക്ക് ഇനി സാധ്യതയില്ല. അതിന്റെ സമയം കഴിഞ്ഞുപോയി. രണ്ടുപേരും വയസ്സ് എന്ന് വൃദ്ധരായിരിക്കുന്നു. എന്നാൽ വാർദ്ധക്യം, വാക്തത്വത്തിന്റെ സമയമായപ്പോൾ അത് യൗവനത്തിന്റെ സർക്കിളിലേക്ക് തിരിഞ്ഞു കറങ്ങാൻ തുടങ്ങി. റൈറ്റ്? വിശ്വസിക്കാമോ നിങ്ങൾക്ക്? നിങ്ങളുടെ സിറ്റുവേഷനെ ദൈവം ചേഞ്ച് ചെയ്യുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ദൈവം പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഇമ്പോസിബിൾ. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ശാരീരികമായ ബന്ധങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിശ്ചലമായി കാണും. ഇമ്പോസിബിൾ എന്ന് തോന്നുന്നിടത്ത് ദൈവം പറയുന്നു
തന്റെ ദൂതനിലൂടെ പറയുന്നു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന്, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ഓർഡറിൽ ഏഞ്ചൽ ഭൂമിയിലേക്ക് വന്നിട്ട് അവനെ ശുശ്രൂഷിക്കുന്ന സ്ഥലത്ത് നിന്ന് പ്രത്യക്ഷപ്പെട്ട് പേര് വിളിച്ച് പറയുകയാണ് ദൈവം. ഇന്ന് രാവിലെ സമയം ഞാൻ നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. നിന്റെ ക്രിട്ടിക്കൽ സ്റ്റേജുകളിൽ നിനക്ക് വേണ്ടി ഇറങ്ങാൻ ദൈവത്തിന് കഴിയും. നിന്നെ പേര് വിളിച്ച് സംസാരിക്കുന്ന ദൈവം, നിന്റെ ജീവിത പങ്കാളിയുടെ പേര് വിളിച്ച് സംസാരിക്കുന്ന ദൈവം, നിന്റെ തലമുറയുടെ പേര് വിളിച്ച് സംസാരിക്കുന്ന ദൈവം. സ്തോത്രം. അവിടെ ദൈവം തമ്പുരാൻ പറഞ്ഞു, സ്തോത്രം, കണ്ണടയാൻ കാത്തിരിക്കുന്ന നിനക്ക് മറുപടിയില്ല എന്ന് നീ ചിന്തിച്ചെടുത്ത് തമ്പുരാൻ പറയാ, മറ്റുള്ളവരെ പോലെ നിനക്ക് സന്തോഷത്തിന് അർഹതയുണ്ട്, ഉല്ലാസത്തിന് അർഹതയുണ്ട്. നീ പ്രതീക്ഷിച്ച സമയത്ത് നടന്നില്ല എങ്കിലും നിന്റെ മക്കളാൽ, നിന്റെ കുഞ്ഞിനാൽ നീ സന്തോഷം പ്രാപിക്കും. ഇന്ന് പെയിനിലൂടെ കടന്നു പോകുന്നെങ്കിൽ വിശ്വസിച്ചു സ്തോത്രം ചെയ്യണം. യു വിൽ റിജോയ്സ്. നീ ആനന്ദിക്കും. നിന്റെ കുഞ്ഞിലൂടെ നീ ആനന്ദിക്കും. ഇന്ന് അവൻ പെയിൻ ആയിരിക്കും നിനക്ക് തരുന്നത്, ഇന്ന് അവൾ നിനക്ക് പെയിൻ ആയിരിക്കും അവൾ തരുന്നത്. പക്ഷേ സമയം വരികയാണ്, നിന്റെ കുഞ്ഞിലൂടെ നീ ആനന്ദിക്കുന്ന സമയം. നിനക്ക് സന്തോഷം ഉല്ലാസം ഉണ്ടാകും. ആ ദൈവത്തിന്റെ ആഗ്രഹമാണ്. ഇതുവരെ നിനക്കത് അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീഡ് നോട്ട് ടു വറി, വെയിറ്റ്. ഗീവ് ഗോഡ് ടൈം ടു ആക്ട്. ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് നീ സമയം കൊടുക്കണം. വിശ്വസിക്കാൻ കഴിയാതെ വന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്, നീ വാ തുറന്ന് ഇനിയൊന്നും മിണ്ടണ്ട. തമ്പുരാൻ എന്ത് ചെയ്തു? സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് അങ്ങ് പോയി, അല്ലേ? അലങ്കാരി ഭാഷ പറഞ്ഞാ കേട്ടോ. ഇനി നീ ഈ സംഭവിക്കാനുള്ളത് നിവൃത്തിയാകുന്നിടം വരെ നീ ഊമനായിരിക്കും. ദൈവത്തിന്റെ ഒറ്റ വേട് മതി, വായടഞ്ഞു പോയി. അഥവാ സംസാരശേഷി ബ്ലോക്ക് ചെയ്തേച്ചു പോയി. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ തന്ന ശബ്ദമൊക്കെ എന്തിനു വേണ്ടിയാ? ആരാധിക്കാൻ, ദൈവത്തിനായി നാവ് തുറക്കാൻ, ദൈവം ചെയ്തൊക്കെ പ്രസ്താവിക്കാൻ, നല്ല കാര്യങ്ങൾ പറയാനോ. നാക്ക് തന്നതെല്ലാം പറയാനല്ല, വായി വരുന്നതെല്ലാം പറയാനല്ല, നല്ലത് മാത്രം പറയാനല്ല. കണ്ണ് തന്നതെല്ലാം കാണാനല്ല, നല്ലത് കാണാനാണ്. കാത് തന്നതെല്ലാം കേൾക്കാനല്ല, നല്ലത് കേൾക്കാനാണ്. പാദം തന്നത് തോന്നിടത്തെല്ലാം പോകാനല്ല, ദൈവത്തിന് വേണ്ടി നടക്കാനാണ്. വിരലുകളില് എല്ലാം തന്നത് ഇഷ്ടമുള്ളത് ബ്രൗസ് ചെയ്യാനല്ല. മാർക്കറ്റിൽ ദുർഗന്ധമുണ്ട്, നല്ലത് മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന മേടിച്ചുകൊണ്ട് പോകും. പന്നി നായ്ക്കളും ഓടെ കിടക്കുന്നത് വാരിക്കൊണ്ടു പോകും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി? പന്നി എന്ന് പറയുമ്പോൾ മേളിലോട്ട് കാഴ്ചപ്പാടില്ലാത്ത ജീവിയാണ്. ഒരിക്കലും മുകളിലോട്ട് നോക്കത്തില്ല. പന്നി ഒറ്റപ്പെട്ട മേളിലോട്ട് നോക്കുക, അതിന്റെ തല കണ്ടിക്കുന്നു. നായ്ക്കൾ എന്താണ്? പിന്മാറ്റക്കാരെ കുറിച്ച് കാണുന്നു. ഒരിക്കൽ ജയം തന്ന വിഷയത്തിൽ പിന്നെയും പൈശാചിക മണ്ഡലം നമ്മളെയോ നമ്മുടെ തലമുറകളെ വലിച്ചഴിക്കാൻ അവസരമുണ്ടാകാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഓരോ ദിവസവും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എന്തുകൊണ്ട് തലമുറയുടെ വിഷയത്തിന് മറുപടി വായിക്കുന്നു? സ്തോത്രം. വചനപ്രകാരം ജീവിച്ച സക്രിയാവിന്, വചനപ്രകാരം ജീവിച്ച എലിസബത്തിന് പ്രതീക്ഷിച്ച സമയത്ത് മറുപടി വന്നില്ല. പക്ഷെ ദൈവത്തിന്റെ സമയത്ത് വന്ന മറുപടി യെരുശലേമിനെ ഇളക്കുന്ന ഒരു മറുപടിയായിരുന്നു. യഹൂദിയെ ഇളക്കുന്ന ഒരു മറുപടിയായിരുന്നു. യോർദാന്റെ ഇരുകര ഇളക്കുന്ന ഒരു മറുപടിയായിരുന്നു. ആയിരക്കണക്കിന് ആളുകളെ തൻ്റെ ശുശ്രൂഷയാൽ സ്നാനപ്പെടുത്തുന്ന ഒരു യോഹന്നാനെയാണ് ദൈവം കൊടുക്കാൻ അവർക്ക് ആഗ്രഹിച്ചത്. അവൻ മരുഭൂമിയിൽ ദൈവശബ്ദമായിരുന്നു. അവൻ ഏലിയാവിന്റെ അഭിഷേകത്തോടുകൂടി വരാനായിരുന്നു. ലേറ്റ് ബ്ലെസ്സിങ് ഈസ് ഗ്രേറ്റ് ബ്ലെസ്സിങ്. ഇന്ന് മറുപടി കിട്ടിയില്ലയോ? വിഷമിക്കണ്ട. ആമേൻ. താമസിക്കുന്നു, ധൈര്യപ്പെട്, 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 ധൈര്യപ്പെട്. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയുന്നു, സെയിന്റ് അഗസ്റ്റിന്റെ പുസ്തകത്തിൽ താൻ എഴുതിയത് ഇങ്ങനെയാണ്: ശവപ്പെട്ടിയിൽ മരിച്ചു കിടക്കുന്ന ഏകജാതനെ ശരീരം കണ്ട് അമ്മ മാറത്തടിക്കുന്നതിനേക്കാൾ ഉപരിയായി എൻ്റെ മാനസാന്തരത്തിന് വേണ്ടി എൻ്റെ അമ്മയുടെ മുറിയിൽ അനേക ദിവസങ്ങൾ, അനേക നാളുകൾ
മാറത്തടിച്ചെന്റെ മാനസാന്തരത്തിനായി കരഞ്ഞിട്ടുണ്ട് എന്നാണ് സെയിന്റ് അഗസ്റ്റിൻ. അനാവശ്യമായ എല്ലാ ഫോൺ സംഭാഷണങ്ങളും സ്റ്റോപ്പ് ചെയ്യും. അനാവശ്യമായി നിങ്ങളുടെ സമയം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ ഒഴിവാക്ക്. വേഗത്തിൽ വീട്ടിലെ കാര്യങ്ങൾ, അത്യാവശ്യമുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ ക്രമീകരിച്ചിട്ട് ഉള്ള സൗകര്യത്തിൽ ദൈവം തന്ന സ്ഥലത്ത് ഒരു മരച്ചുവട്ടിലാണ് സ്തോത്രം, കിട്ടുന്ന സ്ഥലത്ത് നിങ്ങൾ കരയാൻ തുടങ്ങും, പ്രാർത്ഥിക്കാൻ തുടങ്ങും. 2025 നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവിക റിസൾട്ട് നിങ്ങൾക്കുണ്ടാവും. 100% ഗ്യാരണ്ടി. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ടു ജീസസ്. Oh Jesus, thank you Lord. Praise God, praise God, praise God. ഒരു പാട്ടിന്റെ 1-2 കോറസ് ഒന്ന് പാടിക്കും. അത് കഴിഞ്ഞ് സാബുബ്രവും പ്രാർത്ഥിക്കണം, സന്തോഷ് ബ്രദറും പ്രാർത്ഥിക്കണം, അനിമാമ ഒരു വാക്ക് പ്രാർത്ഥിക്കും. Hallelujah, hallelujah, we praise you, Father. Thank you, Holy Spirit. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, കാൽവരി മലമുകൾ ഏറി നീ ഞങ്ങൾക്കായി കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചു, കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചു ഇരേകിയ, നീയല്ലോ ഞങ്ങൾക്കുള്ള യേശുവേ, അന്നു ഞങ്ങൾക്കുള്ള പോറ്റുന്നോൻ, അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നിത്യ ജീവമൊഴികൾ നിന്നിലുണ്ടു പരനേ, നിത്യ ജീവമൊഴികൾ നിന്നിലുണ്ടു പരനേ, നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങു പോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടിയങ്ങൾ എങ്ങോ പോയി വസിക്കും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും, ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും, ലോകക്കാർ നിത്യം ദുഷിച്ചിടിലും പൊന്നേശുവേ, ലോകക്കാർ നിത്യം ദുഷിച്ചിടിലും പൊന്നേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീ
നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. Amen, amen, amen. Thank you very much. Brother Santosh brother, praise God. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. അന്നൊന്ന് ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം തന്ന് ഞങ്ങളെ പരിപോഷിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ പ്രഭാതത്തിലും കർത്താവെ, ഇന്ന് പകൽക്കാലവും കർത്താവെ, ഞങ്ങളുടെ മക്കളായി ഞങ്ങൾക്ക് ഒന്നിച്ചായിരിക്കാൻ അവിടുന്ന് കൃപ ചെയ്തല്ലോ കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാനും കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷി കേൾപ്പാനും ദൈവം ഇടയാക്കിയുള്ള കർത്താവെ, അങ്ങ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്യുന്നതായ, അങ്ങേ രുചിച്ചറിയുവാൻ നൽകുന്നതായ നല്ല ഭാഗ്യ അനുഭവങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. കേൾക്കുന്നതൊക്കെയും കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന് വലിയ ഉണർവായി തീരുവാൻ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു കർത്താവെ, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ, ഞങ്ങളെ നടത്തിയ വിധങ്ങൾ മറ്റുള്ളവർ കേൾക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് കർത്താവെ, സെക്കരിയാവിന്റെ ജീവിതത്തെ കുറിച്ചുള്ള ബന്ധത്തിൽ കർത്താവെ, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട വിഷയത്തെ കുറിച്ച് അവിടുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പാ. അതേ പിതാവേ, ഈ നാളുകൾ വാസ്തവമായി ഞങ്ങളുടെ ജീവിതമാണ് ക്രമീകരിക്കപ്പെടേണ്ടത് കർത്താവേ. ഞങ്ങളാണ് രൂപാന്തരം പ്രാപിക്കേണ്ടത് കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലാണ് ക്രമീകരണം വരേണ്ടതെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഞങ്ങളെ തന്നെ ക്രമീകരിക്കുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തുമ്പോൾ ആ വിശുദ്ധീകരണം കർത്താവെ ഞങ്ങളുടെ തലമുറകളിലേക്ക് പകരപ്പെടുവാൻ ഇടയായി തീരുമെന്ന് ഞങ്ങൾ അറിയുന്നു. യേശുവേ, അവിടുന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചു കർത്താവെ. അവിടുന്ന് ഭൂമിയിലായിരുന്നപ്പോൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് പ്രകാരം പ്രാർത്ഥിച്ചു കർത്താവേ, ഞാൻ മുഖാന്തരം ഇവർ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്ന് കർത്താവേ. അതേ പിതാവേ, ഈ നാളുകളിൽ വാസ്തവമായി ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ക്രമീകരണങ്ങൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഈ വചനം കേട്ട ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഇനി കേൾക്കുവാനുള്ള ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ആരെല്ലാം ജീവിതത്തിൽ എന്തെല്ലാം ക്രമീകരണങ്ങൾ വരുത്തണമോ അതെല്ലാം ദൈവസന്നിധിയിൽ ഇരുന്ന് നിലവിളിയോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് കർത്താവെ പ്രാപിപ്പാൻ തക്കവണ്ണം ഈ ദിവസങ്ങൾ ഞങ്ങൾ കൃപ തരണമേ. അങ്ങ് തരുന്ന സമയത്ത് തക്കത്തിൽ ഉപയോഗിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവെ. എത്രയോ സമയങ്ങൾ ഞങ്ങൾ വൃഥാവാക്കി കളയുന്നു, എത്രയോ സമയം വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്നത്. എല്ലാത്തൊരു വിടുതൽ ഞങ്ങൾക്ക് തന്ന് കർത്താവെ, പൂർണ്ണമായി അങ്ങേക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരായി, അങ്ങാൽ പണിയപ്പെട്ടവരായി, അങ്ങേക്ക് പ്രയോജനമുള്ളവരാക്കി ഞങ്ങളെ തീർക്കും കർത്താവെ. അങ്ങയുടെ നാമം സകലത്തിലും മഹത്വപ്പെടുവാൻ ഇടയായി തീരും കർത്താവെ. ഇന്നെല്ലാവരെയും കർത്താവെ വചനം സംസാരിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ ദാസിനെ അനുഗ്രഹിച്ചു, സാക്ഷി പറയാൻ ഞങ്ങളുടെ മനെ അനുഗ്രഹിച്ചു. എല്ലാത്തിനുമായി ദൈവത്തിന് സ്തുതിക്കുന്നു. ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിച്ചു നടത്തി ആത്മാവിന്റെ നിറവ് എല്ലാവർക്കും അനുഭവിപ്പാൻ ഇടയാക്കുന്നതോർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. തുടർന്നും കർത്താവിന്റെ വെള്ളമുള്ള കാര്യങ്ങളിലേക്ക് എല്ലാ വിഷയങ്ങളും ഫലമേൽപ്പിക്കുന്നു. മാനവും മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം 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 സ്തോത്രം. അളകൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, സ്തോത്രം സ്തോത്രം കർത്താവേ. നിന്റെ പാദപീഠത്തിൽ അല്പസമയം ഇരിപ്പാനായിട്ട് നീ തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടുന്ന ദൂതുകളെ ഞങ്ങൾക്ക് തന്നു കർത്താവേ, സ്തോത്രം. ഒരു തലമുറയോടുള്ള ദർശനത്തെക്കുറിച്ച് കർത്താവെ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് ഞങ്ങൾക്ക് കേൾക്കുവാനും കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലൂടെ തട്ടപ്പെടുത്തുവാനും എല്ലാം തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ മാറേണ്ടത് എന്തെന്നും കർത്താവെ ഞങ്ങളെ കർത്താവെ കാണിച്ചതിനായിട്ട് സ്തോത്രം കർത്താവെ. ആണ്ടുകൾ കഴിയും മുമ്പേ കർത്താവെ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവെ വേണ്ടത് എന്തുവാണ്, മാറേണ്ടതെന്ന് കർത്താവെ കാണുവാനായിട്ട് കർത്താവ് ഈ ദിവസങ്ങൾ കാണിച്ചിരുന്നതിനായിട്ട് സ്തോത്രം കർത്താവെ. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ മറ്റുള്ളവരിലേക്ക് നോക്കുകയും മറ്റുള്ളവരിൽ ആശ്രയം പോവുകയും ചെയ്തിരുന്ന സമയത്ത് കർത്താവ് യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കണമെന്നുള്ള വചനം ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം ചെയ്ത് കർത്താവെ, സ്തോത്രം. നിന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ ഉത്തരവുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവെ, സ്തോത്രം സ്തോത്രം കർത്താവെ, സ്തോത്രം. നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്, നീ എല്ലായ്പ്പോഴും യഹോഭക്തിയോടെ ഇരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകുമെന്ന് നിശ്ചയം കർത്താവെ, സ്തോത്രം. ഞങ്ങളുടെ തലമുറകൾ കർത്താവെ ഏത് സാഹചര്യത്തിലാണെങ്കിലും കർത്താവെ, ഇന്ന് കൂടിയിരിക്കുന്ന കർത്താവെ ഈ ജനത്തിൻ്റെ ഇടയിൽ കർത്താവ് ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും കർത്താവെ, ആ സാഹചര്യത്തിൻ്റെ ഇടയിലേക്ക് കർത്താവിൻ്റെ വചനം ചെല്ലുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരം തരുമെന്നുള്ള കർത്താവെ ആ പ്രത്യാശ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നത്, നടത്തി തരുന്നതിനായിട്ട് ദൈവത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഇന്ന് ഞങ്ങൾക്ക് കേട്ട ആ സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം. ആ മകനെ അനുഗ്രഹിക്കണമേ, മകൻ്റെ കർത്താവെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കണമേ കർത്താവെ. പ്രാതിവിദാസം പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ നിറപടിയായിട്ട് ഇനി അനവധി ശുശ്രൂഷകളിലേക്ക് കയറത്തക്ക
വളരത്തക്കോണം കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ. ആത്മാക്കളെ നേടത്തക്കോണമുള്ള ശുശ്രൂഷകളിലേക്കും പരിശുദ്ധാത്മാവ് നിറഞ്ഞ ശുശ്രൂഷകളിലേക്കും കയറത്തക്കോണം കർത്താവെ സഹായിക്കണമേ കർത്താവെ. സ്തോത്രം. കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഇന്ന് നടന്ന കർത്താവെ പാട്ടുപാടിയവരുണ്ട് കർത്താവെ. സ്തോത്രം കർത്താവെ. വചനം പറഞ്ഞവരുണ്ട് കർത്താവെ. അവരെല്ലാം അനുഗ്രഹിക്കണേ. പ്രത്യേകമായിട്ട് ദേവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൊടുത്ത വിടുതലിനൊക്കെ ആയിട്ട് സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണ ആരോഗ്യത്തോടെ വീണ്ടും വരുന്ന കർത്താവെ ഞങ്ങൾക്ക് വചനം തരുവാനായിട്ട് സഹായിക്കണമേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ഫെയ്ത്ത് സെമിനാരി ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം. ഈ ഫെയ്ത്ത് സെമിനാരിയിലൂടെ ആണല്ലോ കർത്താവെ ഞങ്ങൾക്ക് ഈ വചനം കേൾക്കുവാനും അതിൻ്റെ ഒരു അവസരം ഒരുക്കി തന്നതും എല്ലാം കർത്താവ്. അതെല്ലാം നിന്റെ പദ്ധതി പ്രകാരമായിരുന്നു എന്ന് ഞങ്ങൾ ഈ കാലത്തിൽ അനുഭവിക്കുന്നു, അറിയുന്നു കർത്താവെ. ദേവദാസനെ അനുഗ്രഹിക്കണമേ. കുടുംബമായിട്ട് ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ കർത്താവെ. സ്തോത്രം. ഞങ്ങളുടെ ഇടയിൽ കർത്താവെ ആവശ്യങ്ങളും പ്രയാസങ്ങളുമായിട്ട് കടന്നു വന്നിരിക്കുന്നവർക്ക് നീ കർത്താവെ ഇന്ന് ആശ്വാസമായിട്ട് വചനം തന്നു, പ്രത്യാശ തന്നു. അതിനെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. സ്തോത്രം. പ്രയാസപ്പെട്ടിരിക്കുന്നവരെയും ബുദ്ധിമുട്ടിരിക്കുന്നവരെയും കർത്താവെ അവർക്കെല്ലാം നീ ആശ്വാസമായിട്ട് ഇന്ന് വചനം തന്നതിനെ ഓർത്ത് വീണ്ടും സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങളിപ്പോൾ പിരിയുന്നു. പിരിയാത്തവനായി നീ ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ കർത്താവെ. എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Amen. 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 Praise God. Praise God. Yeah. സാബു അല്ലെങ്കിൽ ആശീർവാദം പറഞ്ഞോട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.